ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി സ്റ്റേരി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണോ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ നമുക്ക് എങ്ങനെ ടേക്ക് കെയർ ചെയ്യാൻ പ്രോപ്പറായിട്ട് എന്നുള്ളതാണ്. എൻ്റെ ഹെയർ ഞാനിപ്പോൾ കുറച്ച് ദിവസം ജലദോഷവും പനിയൊക്കെ ആയിട്ട്, അതായത് സൈനസിൻ്റെ ഇഷ്യൂസൊക്കെ ആയിട്ട് നല്ല കോൾഡായിരുന്നു. അപ്പം 3-4 ദിവസം തല നനച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എൻ്റെ മുടി നല്ല ലോങ് ഹെയർ ആണ്. പക്ഷേ ലോങ് ഹെയർ ആണ്, ഒരുപാട് ലോങ് എന്നല്ല, ലോങ് ഹെയർ ആണ്. പക്ഷേ ഇത് 2 ദിവസം കുളിച്ചില്ലെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് ഒന്നത്തെ കാര്യം വിയർപ്പ്. നമുക്കിപ്പോഴത്തെ കാലാവസ്ഥയിൽ ഭയങ്കര വിയർപ്പാണ്, ഭയങ്കര ചൂടുള്ള സമയം. ഇപ്പോൾ തന്നെ ഞാൻ നോക്കി നല്ലോണം വിയർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഈ ഒരു വിയർപ്പ് സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തലയിൽ പെട്ടെന്ന് ഡാൻഡ്രഫ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള റീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടിപൊളി സൊല്യൂഷൻ ഇതിനു വേണ്ടി കണ്ടിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 2 പ്രൊഡക്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നാച്ചുറൽ ഷുവറിൻ്റെ ഷിക്കാക്കായ് പൗഡറാണ്. നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളുടെ ഷിക്കാക്കായ് പൗഡർ ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഷിക്കാക്കായ് പൗഡർ. ഇത് എൻ്റെ കൂടെ 50 ml റോസ് വാട്ടർ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ISO സർട്ടിഫിക്കേഷനൊക്കെ ഉള്ളതാണ്, GMB സർട്ടിഫിക്കേഷനുണ്ട്. അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡഡ് അല്ല. ഇതിൻ്റെ കൂടെ ഒരു സ്പൂണും റോസ് വാട്ടറും അതുപോലെ തന്നെ ഹൗ ടു യൂസ് എന്നുള്ളൊരു പേപ്പർ ഇതുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്യൂരിറ്റി സർട്ടിഫിക്കേഷനുണ്ട്. അതൊരു വേറൊരു പ്രൊഡക്ട്സിൽ നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഹൗ ടു യൂസ് എന്നുള്ള പേപ്പറിൽ നമ്മളിതെല്ലാം ഒന്ന് വായിച്ച് നോക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് ബ്രിങ്കരാജ് പൗഡറാണ്. ഇത് 200 ഗ്രാമിൻ്റെ ഒരു പാക്കേജാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 280 റുപ്പീസാണ്. കൂടാതെ സർട്ടിഫിക്കേഷൻ GMB ISC സർട്ടിഫിക്കേഷൻ ഉണ്ട്. പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡഡ് അല്ല. അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് 280 റുപ്പീസാണ്. ഈ കയ്യോന്നി പൊടിയുടെ ഇതിന് നമുക്ക് ഓഫറിനൊക്കെ ഉണ്ടാവും കേട്ടോ. പല ടൈം മാറി വരും ഓഫറിലൊക്കെ. ഇതിൻ്റെ കൂടെ റോസ് വാട്ടറും ഒരു സ്പൂണും ഒരു ബ്രഷും അതുപോലെ തന്നെ പ്യൂരിറ്റി സർട്ടിഫിക്കേഷനും ഒക്കെ ഉണ്ട്. ഹൗ ടു യൂസ് എന്നൊരു പേപ്പറും ഉണ്ട്. മുടി വളർച്ചയിൽ അമ്മമാരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അമ്മൂമ്മമാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നൊരു സാധനമാണ് ബ്രിങ്കരാജ് അഥവാ കയ്യോന്നി എന്ന് പറയുന്നത് അല്ലേ. കയ്യോന്നി മാത്രം ഇട്ട് നമ്മൾ എണ്ണ കാച്ചി തേച്ചാൽ തന്നെ മുടി നല്ല പനങ്കുല പോലെ വരും എന്നൊക്കെ എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ട് അതിലുണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രിങ്കരാജിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഷിക്കാക്കായ് പൊടിയും അതുപോലെ തന്നെ ബ്രിങ്കരാജിൻ്റെ പൊടിയാണ്. രണ്ടും നമ്മുടെ ഹെയർ ഗ്രോത്തിന് അമേസിങ് ഉള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഡാൻഡ്രഫ്, ഇച്ചിങ്, നമുക്ക് സ്കാൽപ്പിലുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ സൊല്യൂഷനാണ് ഈ 2 പ്രൊഡക്റ്റ്. പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഹെയർ കെയർ പാക്ക് ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മൾ തലയിൽ, സ്കാൽപ്പിലും ഹെയറിലൊക്കെ നമുക്ക് മൊത്തമായിട്ട് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ സ്കാൽപ്പിൽ മാത്രമായിട്ട് യൂസ് ചെയ്താലും നല്ലൊരു ഹെയർ കെയർ പാക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊന്നും യൂസ് ചെയ്യേണ്ട. ഈ 2 പൊടിയും നമ്മുടെ റോസ് വാട്ടർ മാത്രം മതി. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എഗ്ഗ് വൈറ്റ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ഹെയറിൽ ഫുള്ളായിട്ടൊരു പാക്കായിട്ട് ഉപയോഗിക്കാം. പല രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഹൗ ടു യൂസ് എന്നുള്ളതിനകത്ത് നമുക്ക് ഒരുപാട് വിധത്തിൽ ഇത് യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഷിക്കാക്കായും അതുപോലെ ബ്രിങ്കരാജിൻ്റെ പൊടിയും ഓരോ സ്പൂൺ വീതം എടുത്തിട്ട് നിങ്ങളുടെ ഹെയറിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് എടുക്കുക കേട്ടോ. അതിനുശേഷം ഈ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ടാണ് ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് നമുക്ക് തൈര് മിക്സ് ചെയ്തിട്ട് പാക്ക് ഉണ്ടാക്കാം, മുട്ട മിക്സ് ചെയ്തിട്ട് പാക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ ജസ്റ്റ് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് ഒരു പാക്ക് പോലെ ഉണ്ടാക്കിയിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയുക ചെയ്യുന്നത്. സ്കാൽപ്പിൽ തേച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമ്മളുടെ ഹെയറിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ ഹെണ്ണയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. മുട്ട ഉപയോഗിച്ചിട്ടും ചെയ്യാൻ ഞാൻ പല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് റോസ് വാട്ടർ മാത്രം ഉപയോഗിച്ചിട്ട് അത് അപ്ലൈ ചെയ്യുകയാണ്. അതിന് ശേഷം 30 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളയുകയാണ്. ഞാൻ ഇത് സെയിം തന്നെ എൻ്റെ പിരികത്തിലും അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം 30 മിനിറ്റിന് ശേഷം കഴുകിയിട്ട് നമുക്ക് കാണാം. ആഫ്റ്റർ വാഷ് ഹെയർ നല്ല സ്മൂത്തായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം, കമൻറ്റ് ബോക്സിലും ഇടാം. അപ്പോൾ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായിട്ടും താഴെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റു പുതുമയായ സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കിഡ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.